ന്യൂ റേഷ്യോ കാൽക്കുലേഷനിലെ മറ്റൊരു കേസ് വെൻ ഓൾഡ് പാർട്ട്നേഴ്സ് സറണ്ടർ എ പാർട്ട് ഓഫ് ദെയർ ഷെയർ ഇൻ ഫേവർ ഓഫ് ന്യൂ പാർട്ട്ണർ. പഴയ പാർട്ട്നേഴ്സ് അവരുടെ ഷെയറിൻ്റെ ഒരു ഭാഗം പുതിയ പാർട്ട്ണർക്ക് നൽകുകയാണ്. അവരുടെ ഷെയറിൻ്റെ ഒരു ഭാഗം, അവരുടെ ഷെയർ എത്രയാണോ അതിൻ്റെ ഒരു ഭാഗം, ഉദാഹരണത്തിന് അവരുടെ ഷെയർ 100 രൂപയാണ്. ആ 100 രൂപയുടെ 4/1 പുതിയ പാർട്ട്ണർക്ക് നൽകുകയാണ്. അങ്ങനെ പറയുമ്പോൾ 100 ഇൻറ്റു 1/4, 100 ഇൻറ്റു 1/4 ഇസിക്വൽ ടു 25. ഒരു പാർട്ട്ണർ 25 ആണ് നൽകുന്നത്. മറ്റൊരു പാർട്ട്ണർക്ക് ലഭിക്കുന്നത് അവരുടെ ഷെയർ 150 ആണ്, 150 രൂപയാണ്. അതിൻ്റെ 1/3 ആണ് നൽകുന്നത്. അപ്പോൾ എങ്ങനെ 150 ഇൻറ്റു 1/3 ഇസിക്വൽ ടു 50. അപ്പോൾ ഒരു പാർട്ട്ണർ 50 രൂപ നൽകുന്നു, മറ്റൊരു പാർട്ട്ണർ 25 രൂപ നൽകുന്നു. അപ്പോൾ പുതിയ പാർട്ട്ണറുടെ ഷെയർ 25 + 50 ഇസിക്വൽ ടു 75. പഴയ പാർട്ട്ണർ 100 രൂപ ഉണ്ടായിരുന്ന പാർട്ട്ണറുടെ ഷെയർ എത്രയായി? 100 - 25 75. 150 രൂപയുള്ള പാർട്ട്ണറുടെ ഷെയർ എത്രയായി? 150 - 50 ഇസിക്വൽ ടു 100. അപ്പോൾ 75:100:50 എന്നായി പ്രോഫിറ്റ് ഷെയർ. ആ രൂപത്തിലാണ് ഇവിടെ കാണേണ്ടത്. ഒരു പാർട്ട്ണർ അവരുടെ ഒരു ഷെയർ പുതിയ പാർട്ട്ണർക്ക് അങ്ങോട്ട് നൽകുകയാണ്, സറണ്ടർ ചെയ്ത് കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. Ram, Shyam are partners in a firm sharing profit and losses in the ratio 3:2. They admit Ganashyam as a new partner. Ram sacrifices 1/4 of his share and Shyam 1/3 of his share in favor of Ganashyam. Calculate new profit sharing ratio of Ram, Shyam and Ganashyam. Question: partners Ram and Shyam, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. ഘനശ്യാമിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ഘനശ്യാമിൻ്റെ ഷെയർ എത്രയെന്ന് പറയുന്നില്ല, ഘനശ്യാമിന് കിട്ടുന്ന ഷെയർ എത്രയെന്ന് പറയുന്നില്ല. രാം സാക്രിഫൈസസ്, ഇതിൽ 3/5 ഉള്ള പാർട്ട്ണർ സാക്രിഫൈസസ് 1/4 ഓഫ് ഹിസ് ഷെയർ, അവരുടെ ഷെയറിൻ്റെ 1/4. നേരത്തെ 100 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞു. ഇവിടെ 100 എന്ന ഷെയർ തരാത്തത് കൊണ്ട് ഇവിടെ തന്ന ഷെയർ എത്രയായിരുന്നു? 3/5. രാമിൻ്റെ ഷെയർ 3/5. 3/5 ഇൻറ്റു 1/4. ആൻഡ് ശ്യാം 1/3 ഓഫ് ഹിസ് ഷെയർ. ഈ ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നുള്ള മീനിങ്ങാണ് വരിക. അപ്പോൾ 1/3 ഇൻറ്റു ഇയാളുടെ ഷെയർ എത്രയാ? 2/5 ഇൻ ഫേവർ ഓഫ് ഘനശ്യാം. അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്നത്, രാമ് കൊടുക്കുന്നത് എത്രയെന്ന് കിട്ടി, ശ്യാം കൊടുക്കുന്നത് എത്രയെന്ന് കിട്ടി. അപ്പോൾ ഘനശ്യാമിൻ്റെ ഷെയർ എത്രയെന്ന് നമുക്ക് മനസ്സിലായി. ഇനി രാമിൻ്റെ ഷെയർ എത്രയായിരിക്കും? ഇവിടെ ഇതായിരുന്നു പഴയ ഷെയർ, അതിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എത്രയാ? ഇതല്ല കേട്ടോ നഷ്ടപ്പെടുന്നത്, ഇത് ഇൻറ്റു ഹിസ് ഷെയർ, അതാണ് നഷ്ടം വരിക. അങ്ങനെ ഇയാളുടെ നഷ്ടവും കാണാം, ഇയാളുടെ നഷ്ടവും കാണാം. അതുപോലെ ഈ ചെയ്ത് കിട്ടുന്നതുമാണ് ഘനശ്യാമിൻ്റെ ഷെയർ. നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ ഓൾഡ് റേഷ്യോ 3:2. ഓൾഡ് റേഷ്യോ 3:2. രാംസ് ഷെയർ ഓഫ് ലോസ്, ആദ്യം ഷെയർ ഓഫ് ലോസ് കാണുന്നു. നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ ഷെയറിൻ്റെ 1/4 ഓഫ് ഹിസ് ഷെയർ, 1/4 ഇൻറ്റു 3/5. അപ്പോൾ മുകളിൽ ഗുണിച്ചു. 1 ഇൻറ്റു 3 ആൻഡ് 4 ഇൻറ്റു 5 20. ശ്യാം ഷെയർ ഓഫ് ലോസ്, അദ്ദേഹത്തിൻ്റെ ഷെയറിൻ്റെ 1/3, അതായത്
1/3 ഓഫ് ഹിസ് ഷെയർ. 1/3 ഇൻറ്റു 1/3 ഇൻറ്റു അയാളുടെ ഓൾഡ് ഷെയർ 2/5 ഇസ് ഇക്വൽ ടു 1 ഇൻറ്റു 2. മുകളിൽ 2 വന്നു. 3 ഇൻറ്റു 5 താഴെ 15 വന്നു. ഇനി ന്യൂ റേഷ്യോ കാണാം. രാംസ് ന്യൂ ഷെയർ ഇസ് ഇക്വൽ ടു ഓൾഡ് ഷെയർ. ഓൾഡ് ഷെയർ 3/5, ഇതാണ് ഓൾഡ് ഷെയർ. ഓൾഡ് ഷെയർ മൈനസ് ലോസ് ലോസ് ഇതാണ് 3/20. 3/20 ലോസ് ഇസ് ഇക്വൽ ടു, ഇത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാണ്ടാകും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. ഇവിടെ താഴെ 25 ശേഷം പോവുമല്ലോ. അപ്പോൾ 5 ഇൻറ്റു 4, മുകളിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതെത്ര വരും? താഴെ 20, ഇവിടെ 12 മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ഉണ്ട് 3, അപ്പോൾ 9 വന്നു. ഇനി ശ്യാംസ് ന്യൂ ഷെയർ ഇസ് ഇക്വൽ ടു 2/5. എവിടുന്ന 2/5 കിട്ടി? ഇതാണ് ഓൾഡ് ഷെയർ. 2/5 ഇതാ ഓൾഡ് ഷെയർ. ഇത് ഓൾഡ് ഷെയർ. ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ് 2/15 ഇസ് ഇക്വൽ ടു, ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 2 ഇത് 6 ആവും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണ്ട, ഇത് 2 തന്നെ ആയിരിക്കും. അപ്പോൾ 6 മൈനസ് 2 ഇസ് ഇക്വൽ ടു 4. ഘനശ്യാം ന്യൂ ഷെയർ ഇസ് ഇക്വൽ ടു, രണ്ട് പേരും നഷ്ടപ്പെടുത്തുന്നത് 3/20 പ്ലസ് 2/15 ഇസ് ഇക്വൽ ടു, ഇവിടെ വരുമ്പോൾ താഴെ ലോവസ്റ്റ്, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരുപാട് വലിയ സംഖ്യയാവും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ താഴെ 20, 15 ഇതിൽ കോമൺ ആയി പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 20ൽ 15 പോവില്ല. 40 40ൽ 15 പോവില്ല. ആൻഡ് 60 60ൽ 15 ശേഷം ഹരിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ 60 ആണ്. താഴെ 60 എഴുതി. ഇനി ഈ 20 60ലേക്ക് എത്താൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതെ, 3 ഇൻറ്റു 3 9. താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15 60ലേക്ക് എത്താൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് 8 ആയി. 9 + 8 = 17/60. ഇനി ഇവരുടെ ഷെയർ എഴുതുമ്പോൾ, ന്യൂ ഷെയർ എഴുതുമ്പോൾ താഴെ കോമൺ അല്ലല്ലോ, താഴെ കോമൺ ഫാക്ടർ അല്ല. ഇവിടെ 20 ആണ്, ഇവിടെ 15 ആണ്, ഇവിടെ 60 ആണ്. അപ്പോൾ ഈ 20യെ 60ലേക്ക് എത്താൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3. അപ്പോൾ 3 ഇൻറ്റു 9 27. ഇവിടെ 15 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16, താഴെ 60 തന്നെയാണ്. അപ്പോൾ 27:16:17. ഇതാണ് കേസ് നമ്പർ 4ൽ പറയുന്നത്. ഒരു പാർട്ട്ണറുടെ നഷ്ടം എത്ര, അല്ലെങ്കിൽ അയാൾ എത്ര സറണ്ടർ ചെയ്യുന്നു, അയാളുടെ നഷ്ടം എത്രയാണ്, അയാളുടെ ഷെയറിൻ്റെ ഇത്ര എന്ന് പറയും. അപ്പോൾ അയാളുടെ ഷെയർ ഇൻറ്റു എത്രയാണ് ലോസ് എന്ന് പറയും. ഇതാണ് അയാളുടെ ഷെയറിൻ്റെ ഇത്ര ശതമാനം, ഇത്ര ഭാഗം, ഇത്ര ഫ്രാക്ഷൻ. ഇതാ ഇങ്ങനെ കണ്ട്, അതായത് ഷെയർ ഓഫ് ലോസ് കണ്ട്, പിന്നെ ആ ഷെയർ ഓഫ് ലോസ് ന്യൂ ഷെയർ കാണണമെങ്കിൽ ഓൾഡ് ഷെയറിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ്. എന്തായാലും ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ തന്നെയാണ് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കേസ് നമ്പർ 5. ന്യൂ പാർട്ട്ണർ അക്യൂസ് ഹിസ് ഷെയർ ഹോൾലി ഫ്രം വൺ ഓഫ് ദ പാർട്ട്ണർ. പുതിയ പാർട്ട്ണർക്ക് കിട്ടുന്ന ഷെയർ അയാൾ ഒരു പാർട്ട്ണറിൽ നിന്നാണ് എല്ലാ ഷെയറും കിട്ടുന്നത്. ബാക്കി പാർട്ട്നേഴ്സിന് നഷ്ടമൊന്നുമില്ല. അപ്പോൾ ആ നഷ്ടപ്പെടുന്ന പാർട്ട്ണർ ആരാ? അയാളുടേത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്കൊരു ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ദാസ് സിൻഹ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് 4:1. They admitted Paul as a new partner for 1/4 share.
ഇൻ ദ പ്രോഫിറ്റ്സ് വിച്ച് ഹി അക്യൂസ് ഹോളി ഫ്രം ദാസ്. ഹോളി എന്ന് പറഞ്ഞാൽ മുഴുവനായും ദാസിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ ദാസിൽ നിന്നാണ് മുഴുവനായിട്ടും 1/4 പോകുന്നത്. ഈ ഫോർ ഇതിൽ നിന്നാണ് ഈ 1/4 പോകുന്നത്. ഡിറ്റർമിൻ ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് പാർട്ട്നേഴ്സ്. ക്വസ്റ്റ്യൻ നോക്കാം. ദാസ് ന്യൂ ഷെയർ, ഇതാണല്ലോ ഇവിടുത്തെ വിഷയം. ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് ഷെയർ ഓഫ് ലോസ്. ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 4:1. ദാസ് ന്യൂ ഷെയർ, ദാസിൻ്റെ ന്യൂ ഷെയർ എങ്ങനെ കാണാം? ദാസിൻ്റെ ന്യൂ ഷെയർ കാണുന്നത് 4/5 ഓൾഡ് ഷെയർ മൈനസ് 1/4. ഇയാളിൽ നിന്നാണ് ഈ പ്രോഫിറ്റ് മുഴുവൻ ആർക്ക് കിട്ടുന്നത്? ഈ പുതിയ ആൾക്ക് കിട്ടുന്നത്. അപ്പോൾ പുതിയ ആളുടെ പേര് പാൽ എന്നാണ്. 4/5 മൈനസ് 1/4 ഇസ് ഈക്വൽ ടു എത്ര വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. താഴെ ലോവസ്റ്റ് 20 വരും. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ 16 വരും. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ 5 വരും. സിക്വൽ ടു 11/20. ഇയാൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. രണ്ടാമത്തെ പാർട്ട്ണറായ സിൻഹാസിന് നഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് അയാളുടെ ഷെയർ എത്ര? 1/5 തന്നെ. മൂന്നാമത്തെ പാർട്ട്ണർ, അതായത് പുതിയ പാർട്ട്ണർ പാൽ ഷെയർ ഇസ് ഇക്വൽ ടു 1/4. അയാൾക്ക് കിട്ടുന്നത് 1/4. ഇനി ന്യൂ റേഷ്യോ എന്ത് വരും? 11/20, 1/5, 1/4. ഇത് റേഷ്യോ അല്ല, ഇതിനെ റേഷ്യോ ആക്കി എഴുതണം. നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. എങ്ങനെ എഴുതാം? ഇത് 20, ഇത് 20ലേക്ക് എത്താൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 1 × 4 വരിക. ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 20ലേക്ക് എത്താൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിൽ എത്ര വരും? × 5. ഇവിടെ താഴെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ റേഷ്യോ എന്തായിരിക്കും? നിങ്ങൾ എഴുതുക 11:4:5. 11:4:5. ഇത്തരം കേസുകളാണ് ന്യൂ റേഷ്യോ കാൽക്കുലേഷനിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്.